അവൻ സിറ്റി വിട്ടെങ്ങും പോയിട്ടില്ല. അവൻ ഇവിടെ എവിടെയോ ഉണ്ട് എന്നാ ബാബ പറഞ്ഞത്. നോക്കടാ, സിനിമ നടനെ പോലെ ഉണ്ട്. ഈ സിനിമ നടൻ ഇവിടെ കിടന്ന് കറങ്ങുന്നത്. നീ ഒരു കാര്യം ചെയ്യും, മുതലക്കുളം പോയി ഒന്ന് അരിച്ച് പെറുക്കിയിട്ട് വാ. എല്ലാരും കൂടെ പോയാ ലോക്കൽ പോലീസിന്റെ സ്കാനിങ്. ഞാൻ ഇറങ്ങിട്ട് വരാം. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഇട്ട് വെച്ചു. എങ്ങനെ നമുക്കൊരു ടിക്ടോക്ക് ചെയ്താലോ? ടിക്ടോക്ക് ഞാൻ പറയണ്ടോ? പോകാൻ പറ്റുമോ? अरे भाई क्या है? ये बहुत पुराना വണ്ടി. പുരാണത്തിലെ വണ്ടിയാണെന്ന്, വളരെ പഴക്കമുള്ള വണ്ടിയാണെന്ന്. എന്തോ കുഴപ്പമുണ്ട് കേട്ടോ. എന്തോ കംപ്ലൈന്റ് ഉണ്ട്. കംപ്ലൈന്റ് വണ്ടിക്കല്ല, തനിക്കെന്തോ കംപ്ലൈന്റ് ഉണ്ട്. പുരാണത്തിൽ ഓരോ വണ്ടി എടുത്തോണ്ട് ഒരു മനുഷ്യനെ മെനക്കെടുത്തി. അടുത്ത ഡീൽ നമ്മൾ ബെൻസ് ആക്കിയാ എന്നാ പിന്നെ ഓടിയൊക്കെ പേടിയായിട്ട് വയ്യ. അതല്ലക്ക, എന്റെ ഫോൺ ഇന്ന് രാവിലെ ഒരു ഓട്ടോയിൽ വെച്ച് മറന്നുപോയി. ഈ സ്റ്റാൻഡിൽ നിന്ന് വിളിച്ച വണ്ടിയാണോ? ഇവിടെ ഓടുന്ന വണ്ടിയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ വഴിയിൽ നിന്ന് വിളിച്ച ഓട്ടോയാ. വണ്ടിന്റെ പേരോ നമ്പറോ വല്ലതും ഓർമ്മ ഉണ്ടോ? പേരും നമ്പറും എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ആള് കുറച്ച് ഇരുണ്ടിട്ട് നല്ല ഉണ്ട കണ്ണൊക്കെ ഉള്ള ക്ലീൻ ഷേവ് ചെയ്തിട്ട് ഒരാളാ. സുരേഷേ ഒന്ന് വന്നേ. ഈ പയ്യന്റെ ഫോൺ ഒരു ഓട്ടോയിൽ വെച്ച് മറന്നുപോയി. ഉണ്ടക്കണ്ണും ക്ലീൻ ഷേവും ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ഉണ്ടക്കണ്ണും ക്ലീൻ ഷേവും ഓൻ എന്ത് പ്രായം കാണും? പ്രായപ്പോ എല്ലാവർക്കും ഇല്ലേ? നിങ്ങളല്ലേ ഉദ്ദേശിച്ചത് ഒരു മണി നട്ടുച്ചൊക്കെ ചളഞ്ഞ കോമഡി അടിക്കല്ലേ? നിങ്ങൾ പ്രായം പറവായി ഒരു 19 വയസ്സ് കാണുമായിരിക്കും. 50 വയസ്സ്. വേറെ വണ്ടിയുടെ അടയാളം എന്തെങ്കിലും? അത് പിന്നെ പുള്ളിയുടെ വണ്ടിയുടെ അകത്ത് സന്തോഷ് പണ്ഡിത്തിന്റെ കുറെ ഫോട്ടോയും ഡയലോഗും ഒക്കെ. അത് നമ്മുടെ പണ്ഡിറ്റ് മമ്മാനെയാ. മനസ്സിലായില്ലേ? നമ്മുടെ വർക്ക്ഷോപ്പിലെ പോക്കറിന്റെ കളി. നമ്മുടെ പണ്ഡിറ്റ് ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റാ. ഓന്റെ വണ്ടിയാ. പണ്ഡിറ്റ് ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റോ? സെക്രട്ടറിയും ഉണ്ട്. അതാരാ? സെക്രട്ടറിയും പ്രസിഡന്റും ഖജാൻജിയും ഒക്കെ ഓനാ. ഓൻ സ്റ്റാൻഡൊന്നും കേറാറില്ല മോനെ, സിറ്റി കൂടെ വായും പിടിച്ചു ഓടുന്നവനാ. ഓന്റെ സൂപ്പർ സ്റ്റാറിനെ പോലെ. സുരേഷ്, എനിക്ക് വീടറിയോ? വീടറിയില്ല. ആ കാണുന്ന പെട്ടിക്കടയിൽ വന്ന് ഹാജരിടുന്നതാ. അവര് കമ്പനിക്കാരാ. മൂപ്പരോട് ചോദിച്ചാൽ മതി, മൂപ്പര് പറഞ്ഞു. ഓൻ വന്നിട്ട് പോയല്ലോ, ഇനി ഇന്ന് വരുമെന്ന് തോന്നണില്ല. ആളുടെ വീട് എവിടെയെന്നറിയാം. നടക്കാവ് ചെന്നിട്ട് സെയ്താലി ഹാജിയുടെ വീട് ചോദിച്ചാൽ മതി. അതിന്റെ അപ്പുറത്തെ വീടാ. 3ാമത്തെ വീട്. എന്ന് എനിക്കൊരു നാരങ്ങളുണ്ടോ? ഉപ്പോ മധുരമോ? മധുരം. എന്താടാ നിന്റെ ഉപ്പു സോഡയ്ക്ക് ചൂടുണ്ടാ? കുറെ നേരം ആയല്ലോ ഊതി കുടിക്കുന്നത്. എത്ര ഏട്ടാ? 10 രൂപ. എന്റെ വെള്ളത്തിന്റെ കാശ്. മാറിയേ. എന്താ പ്രശ്നം? എക്സ്ചേഞ്ച് ഓഫർ തുടങ്ങിയ പ്രശ്നമാണ്. കെട്ടിയന്മാര് പരസ്പരം വീട് മാറി കയറിയതാ. അപ്പൊ തുടങ്ങിയ അടിയ. ചേച്ചി ദേ ഒരു ചൂല് താഴെ കിടക്കും. ഒരു ചൂലിന്റെ വിഷയമുള്ളൂ. പിടിച്ചോ.
അവരോട് പറഞ്ഞില്ലേ എന്താടാ നിക്കടാ അവിടെ. ജോയി സാറേ, വിടില്ലേ ഇവനെ? ഭയങ്കര ഓട്ടക്കാരൻ വേണ്ട സാറേ. നല്ല വഴിയാക്കി കൂടെ. അയ്യോ നിക്കടാ അവിടെ, നിക്കാൻ. ദാ, ഓടി ഊപ്പാട് വരില്ലോ. നിങ്ങൾ പോലീസുകാരെ ഓടിക്കുന്നു. പിടിച്ചോ. അയ്യോ അങ്ങോട്ട് വരില്ല, അങ്ങോട്ട് വഴിയില്ല, അങ്ങോട്ട് വാ. അയ്യോ ഹലോ, ആരാ? അയ്യോ, എന്താ ഇവിടെ? നിങ്ങളുടെ വീടായിരുന്നോ? എനിക്ക് അറിയില്ലായിരുന്നു, ഒരു അബദ്ധം പറ്റിയതാ. ആരെയും വിളിക്കണ്ട. ഞാൻ എന്താ ഓടി. ഈ സമയത്ത് ഹലോ അക്ക. അവൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ലക്ക, ഇവിടെ ആരുമില്ല. ഞാനും രണ്ടൊന്ന് പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. നീ അവരെ വായി നോക്കി നിൽക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് ഇല്ല, ഞാൻ വായി നോക്കണേ, സെർച്ചിങ്ങാ. അവന്റെ സാക്ഷി. അവിടുന്ന് മാറി നിൽക്കടാ. ശരി. വീട്ടിൽ നിന്ന് പപ്പയാണേ. അപ്പൊ പിന്നെ ഞാൻ പോട്ടെ. നല്ല റെസ്പോൺസ് ഉണ്ട്. ഓക്കെ, പറ്റിയ നാളെ വരാം. അയ്യോ എന്റെ പൊന്നു സാറേ, എന്നെ ജീപ്പ് കയറ്റി കൊല്ലരുത്. ഉള്ള സത്യം മുഴുവൻ ഞാൻ തുറന്നു പറയാ. ജംഷേ, വാ. ഇതാരെന്ന് കാക്കിയിട്ട കട്ടപ്പേ. ഇപ്പൊ ചത്തനെ വണ്ടിയുടെ അതിനല്ലായിരുന്ന ഭാഗ്യം. സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ അക്കനെ ഇപ്പൊ പോലീസുകാര് പൊക്കിയേനെ. ആരാ പറഞ്ഞ പോലീസ് പൊട്ടല്ലോ? പുറകെ പല പോലെ. ഞാൻ ആ ടവർ ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും ഉണ്ട് പറയണേ. ശരിയെന്നാ. സുരേഷേ, ഇവിടെ രാവിലെ വന്നവനാ. ഈ പരിസരത്ത് തന്നെ ഒന്ന് തപ്പിക്കോ, എന്നിട്ട് എങ്ങോട്ടെങ്കിലും മാറിയാൽ മതി. വിവരങ്ങൾ അപ്പം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അക്ക, ഇവിടെ നിറച്ച് പോലീസുകാരാ. ബുദ്ധിപരമായി അവരെന്നെ വീഴ്ത്താൻ നോക്കി. ചെറിയൊരു ടൈമിങ്ങിലാണ് ഞാൻ രക്ഷപ്പെട്ടത്. അയ്യോ, വേഗം വന്ന് വണ്ടി കയറണം. എന്താ മേഡം? അവിടെ മൊത്തം പോലീസാണെന്ന്. ശുക്രന് പോലീസ് പൊക്കി. അടിപൊളി. വേഗം വന്ന് വണ്ടി കയറണം. എന്നിട്ട് ഒന്ന് ഓടി ഒന്ന് കയറിക്കോ ബാബാ. കേറണം വേഗം. പോലീസ് വരെ വിട്ടോ വിട്ടോ വിട്ടോ, വണ്ടി വിട്ടോ. എന്റെ ഉടുപ്പ് ഒന്ന് പുക കുറച്ചോട്ടീനെ. ഹലോ വിട് വിട് വിട്. അട്ടിക്കില്ലേട്ടാ, വയറ് വേദന. അതുപോലെ ചേട്ടനാ കടയിൽ നിന്ന് വെള്ളം കുടിച്ചില്ലേ, അയാള് വന്ന് കൊണ്ടുപോയി. അതെന്റെ വെള്ളത്തിന്റെ കാശും പഴയ പറ്റും, പിന്നെ അയാൾ വന്ന് ഓട്ടോ കാശും, ഇതൊന്നും കൂടാതെ എനിക്കിട്ട് 2 കുത്തും തന്നിട്ടാ പോയത്. പേടിക്കണ്ട, അയി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഇതല്ലേ സാധനം? പോകല്ലേട്ടാ, നിക്കേട്ടാ. എന്താ ഡീല്? പുഴയിലോ കള്ളനോ? പോകല്ലേ, നിക്കേട്ടാ. നമ്മളൊക്കെ ഒരു ടീമാണേ. നമുക്കറിയാം ബോസ്, നമ്മളിത് പണ്ട് ഒരുപാട് ചെയ്തതാ. പിന്നെ അവർക്ക് നമ്മളെ പെരുത്ത് വിശ്വാസമായപ്പോ നമ്മളതങ്ങ് നിർത്തി. കള്ളനാണോ? കള്ളനാണെ പണിയാട്ടോ, റിസ്ക് കൂടും. കൊയലാണെ കുഴപ്പമില്ല. അതൊരു GST ഇല്ല കാലം. ഓർക്ക് നമ്മളെ പെരുത്ത് വിശ്വാസമായപ്പോ നമ്മളൊരു കടത്തങ്ങ് കടത്തി. കടത്തിയെന്ന് പറഞ്ഞ പോരാ, മുക്കിന്ന് പറയണം. കൊടുക്കാനുള്ളവർക്ക് കൊടുക്കാണ്ട് ഞാൻ അങ്ങ് മുങ്ങി.
2 ദിവസം സ്വപ്നം കണ്ടത് മിച്ചം. 50 ലക്ഷം ഉണ്ടായിരുന്നേ. അങ്ങനെ കിനാവ് കണ്ടിരിക്കുമ്പോഴാ ചതിച്ചതാ ഒരു പൗരന്റെ സ്വപ്നങ്ങളെ. 50 ലക്ഷവും ഒരു രാത്രി കൊണ്ട് കടലാസായി പോയി. വീട്ടിൽ TV കണ്ടിരുന്ന ഞാൻ കണ്ണു തുറക്കുമ്പോ ആശുപത്രിയിലെ TVക്ക് മുന്നില്ല. ഇപ്പൊ ഡീസന്റ് ആട്ടാ. പിന്നെ എന്താന്നറിയില്ല, ആരെങ്കിലും ഇങ്ങനെ പേഴ്സൊക്കെ എടുക്കണ കണ്ട കൈക്കൊക്കെ ഇതുപോലെ അതിങ്ങനെ ആരെങ്കിലും 2 തരുമ്പോ അതങ്ങോട്ട് ശരിയാവും.